അങ്ങനെ കാണുമ്പോ പറയണം ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ് കേൾക്കണില്ല. നമുക്ക് നാടിന്റെ പ്രാണായാമം ചെയ്യാം. വേറെ ഇരിക്കാം. ഇടത്തെ കൈ ചിന്മുദ്ര, വലത്തെ കൈ നാസികാമുദ്ര. വേർന്നിരിക്കാൻ നട്ടലിന്റെ അവിടെ ചെല്ലും. രണ്ട് മൂക്കിൽ ശ്വാസം പതുക്കെ ശ്വാസം വിടും. വലത്തെ മൂക്ക് അടയ്ക്കാം. ഇടത്തെ മൂക്കിയുടെ ആദ്യം ശ്വാസം അങ്ങനെ അടയ്ക്കണം കേട്ടോ. അപ്പൊ അടയ്ക്കാം. ഇനി പതിവിടെ 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1, 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1, 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1, 1, 2, 3, 4, 5, 6, 7, 8. രണ്ട് കൈയും ചിന്മന്ത്രയിൽ പിടിക്കുക. രണ്ട് മൂക്കിയുടെയും ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8. നമ്മള് 10-72,000 നാടികൾ നമുക്ക് അടുത്ത ഭാഗത്ത് നാടി വലത്തെ ഭാഗത്ത് പിങ്കള നാടി, അടുത്ത ഭാഗത്ത് ചന്ദ്രനാടി എന്ന് പറയും, വലത്തെ ഭാഗത്ത് സൂര്യനാടി എന്ന് പറയും. അപ്പൊ 36,000 നാടികൾ രണ്ട് ഭാഗം. മെയിനായിട്ടുള്ള നാടി സൂക്ഷ്മനാടി. അപ്പൊ അവിടേക്കൊക്കെ നമ്മൾ ഊർജ പ്രവാഹം എത്തിക്കല, ഓക്സിജനെ എത്തിക്കലാണ് ചെയ്യുന്നത്. നമ്മള് ശ്വാസം എടുക്കുന്ന സമയം ഒരു 4 സെക്കൻഡ് ആണെങ്കിൽ 8 സെക്കൻഡ് പിടിച്ചു നിൽക്കണം. 16 സെക്കൻഡുകളുടെ പുറത്തേക്ക് വിടാൻ പാടും. നാടി ശുദ്ധി പ്രാണായാമം നമ്മള് നല്ല ഒരു ഉണർവിലേക്ക് വരും. ഇനി നമുക്ക് ഉജ്ജായി പ്രാണായാമം. ഉജ്ജായി പ്രാണായാമം അത് നമ്മള് ഇടത്തെ കൈ ചിന്മുദ്ര, വലത്തെ കൈ നാസിക മുദ്രയാണ്. അപ്പൊ നിവർന്നിരിക്കണം. രണ്ട് മൂക്കിലൂടെയും നന്നായി ശ്വാസം എടുക്കുക. അപ്പൊ ഈ തൈറോയിഡിന്റെ തൊണ്ടയുടെ ഭാഗത്ത് ഇങ്ങനെ സൗണ്ട് വരണം. കണ്ണ് പറയുമ്പോ ശ്വാസം എടുക്കുമ്പോ ശ്വാസം എടുക്കുക, എന്നിട്ട് അടച്ചു പിടിച്ചു, എന്നിട്ട് നമ്മള് താടി കഴുത്തിന് മുട്ടിക്കുക. ജലധാര 2, അത് കഴിഞ്ഞ് നിവർന്ന് വരണം. 3, എന്നിട്ട് 4 എന്ന് പറയുമ്പോ വലത്തെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് അടുത്ത മൂക്കിലൂടെ ശ്വാസം. അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ഉജ്ജായി പ്രാണായാമം. ഒന്ന് നിവർന്നിരിക്കുക, ഒന്ന് തുറക്കണ്ട, ഒന്ന് അടയ്ക്കുക.
രണ്ട് മുഖ്യൂടി നന്നായി ശ്വാസം എടുക്കാം. തൊണ്ടയിൽ ഇങ്ങനെ സൗണ്ട് വരണം. നമ്മുടെ ലാങ്സ് ഇങ്ങനെ മുകളിലേക്ക് വരിക. 1 2 താടി കഴുത്ത് മുട്ടിക്കാം. എന്നിട്ട് വെറുതെ ഒന്ന് പിന്നിലേക്കും മുമ്പിലേക്കും കഴുത്ത് മുമ്പിലേക്കും പിന്നിലേക്കും. എന്നിട്ട് രണ്ടാമത് ഇവിടെ ഉണ്ടാവും. ഇനി 3 നേരെ വരിക. 4 അടുത്ത മുഖ്യൂടെ ചേർന്ന് വീണ്ടും ചെയ്യാം. 1 2 3 4 ഈ പ്രാണായാമം ഒന്ന് മണിക്കൂർ. 1 2 പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് ഇങ്ങനെ താടി കഴുത്തിന് പിടിക്കുക, തല പിന്നു പിടിക്കുക. അങ്ങനെ ഒരു 2 പ്രാവശ്യം കഴിഞ്ഞ് വീണ്ടും താടി കഴുത്തിന് പിടിക്കുക. 3 നേരെ വരിക. ഇനി 4 വലത്തെ മുഖ്യയുടെ ശ്വാസം പ്രാണായാമം ഒന്ന് മണി എടുക്കാം. 1 ലങ്സ് മുകളിലേക്ക് വലിക്കണം. 2 3 4 രണ്ട് കൈ വെച്ച് ചിന്തിക്കുക. രണ്ട് മുഖ്യയുടെ ശ്വാസം എടുക്കുക. 1 2 3 4 5 6 7 8 കൈ മുകളിലേക്ക് അറിയാ താഴ്ത്തി വരും. ഭസ്ത്രിക പ്രാണായാമം. ശ്വാസം എടുക്കുക, കൈ മുകളിലേക്ക് അറിഞ്ഞാൽ ശ്വാസം എടുക്കുക. ഇത് വരുമ്പോ കംപ്ലീറ്റ് ശ്വാസം വിടുക. ഓക്കെ, ഇങ്ങനെ 15 പ്രാവശ്യം ഒരുമിച്ച് കൈമേളർത്തി കണ്ണടച്ചിരിക്കും. ഒന്നുകൊണ്ട് കൈമേളർത്തി ഭസ്ത്രിക. കൈ മുകളിലേക്ക് അറിയുമ്പോൾ ശ്വാസം എടുക്കുക, താഴ്ത്തിക്ക് വലിക്കുമ്പോ ശ്വാസം സച്ചില് 15 കൈമേളർത്തിയേക്ക്. ശരീരത്തിൽ നാളെ ചൂട് ഒന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിലെ എല്ലാ കോശങ്ങളും നല്ല ഉണർവിലേക്ക് വരും. പ്രാവശ്യം കൈമലർച്ചി കണ്ണടച്ചി. ഇനി നമ്മള് ശീതളി പ്രാണായാമം. കൂളാക്കാണ്, ശരീരം കൂളാക്കാൻ വേണ്ടി. ചൂണ്ടുവരല് തള്ളവിരലിന്റെ അടിയിൽ വേണ്ടി. തള്ളവിരലിന്റെ തുമ്പ് മോതിരവിരലിന്റെ തുമ്പത്ത് പിടിക്കും. വന്നിരിക്കുക, കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ. ചുണ്ടു കുറിച്ച് വായ കൂടെ ശ്വാസം എടുക്കുക. അതൊക്കെ മൂക്കിയോടെ വിടുക. പ്രാവശ്യം ചുണ്ടു കുറിച്ച് വായ കൂടെ ശ്വാസം എടുക്കുക. അതൊക്കെ മൂക്കിയോടെ ശ്വാസം വിടുക. ചുണ്ടു കുറിച്ച് വായ കൂടെ ശ്വാസം എടുക്കുക. അതൊക്കെ മൂക്കിയോടെ ശ്വാസം. പ്രാവശ്യം ചുണ്ടു കുറിച്ച് വായ കൂടെ ശ്വാസം എടുക്കുക. അതൊക്കെ മൂക്കിയോടെ ശ്വാസം എടുക്കുക. വെറുതെ കൈമേലർത്തിന്ന് പറഞ്ഞു നമുക്ക് കപാലഭാതി ചെയ്ത് കഴിഞ്ഞ് കിടക്കാം. മൂക്കിയോടെ ശ്വാസം ഇങ്ങനെ 1 പറയുമ്പോ പുറത്തേക്ക് വിടുക, 2 പറയുമ്പോ എടുക്കുക, 1 പറയുമ്പോ വിടുക, 2 പറയുമ്പോ വിടുക. വയർ കിടന്നടിക്കണം. വയറുള്ളിലേക്കും മുകളിലേക്കും പോകണം. ശ്വാസം വയറുള്ളിലേക്ക്, ശ്വാസം എടുക്കുമ്പോ വയറുള്ളൂ. കൈമലർത്തി വർത്തി. നമുക്ക് ഈ പ്രാണായാമങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുമ്പ് നമ്മള് വാമിംഗ് അപ്പ് ഒക്കെ ചെയ്യാനായിട്ടാ. അത് കഴിഞ്ഞ് കുറച്ച് ആസനങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മള് പ്രാണായാമങ്ങൾ ചെയ്യാൻ. ചേർന്നിരിക്കാം. നമുക്കിവിടെ റെഡി.
മുഖ്യോട് തന്നെ പറഞ്ഞു സൗണ്ട് പറഞ്ഞു 1 2 1 2 1 2 1 2 1 2 1 2 1 2 അയാളുള്ളിലേക്ക് പോട്ടെ 1 2 1 2 1 2 കണ്ടു നോക്കണ്ട 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 അടക്കെടുക്കുക 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 ready you are 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 തളർത്തുക കയ്യ് തളർത്തുക ശരീരം തളർന്നത് കാല് തളർത്തി കൈ തളർത്തിയിട്ടാണ് ശരീരം തളർന്നത് നമ്മളെല്ലാവരുടെ സ്വപ്നങ്ങളിലാണ് ആണെന്ന് വിചാരിക്കുക നമുക്ക് വേണം നമുക്ക് വേണം മനസ്സിൽ വിചാരിക്കുക എനിക്ക് വേണം ഞാനത് നേടിയെടുക്കും ദൈവത്തിന്റെ സഹായം കൊണ്ട് മാതാപിതാക്കളെയും ഗുരുക്കന്മാരുടെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഞാനത് നേടിയെടുക്കും കാര്യം നടന്നതായിട്ട് മനസ്സിലാണ് കാര്യം നടന്നു കാര്യം നടന്നിട്ട് തന്നെ ദൈവത്തിന് നന്ദി പറയണം മാതാപിതാക്കൾക്കും കാര്യം നടന്നിട്ട് തന്നെ നന്ദി മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർ ദൈവത്തിന് നന്ദി വീണ്ടും ശ്രദ്ധിക്കണം ശ്വാസം ശ്രദ്ധിക്കണം ശരീരം ശ്രദ്ധിക്കുക കയ്യ അനക്കാൻ പറ്റുള്ളൂ കയ്യ അനക്കുക കാലിനും ബലം വെച്ചു കാല് അനക്കി അടുപ്പിച്ചിരിക്കുക കയ്യും അടുപ്പിച്ചു കൈ തലയുടെ ബ്രേക്കിൽ വെക്കുക കൈ പിന്നിലേക്ക് തള്ള തലടിക്ക് തള്ള തലടിക്ക് തള്ള കൈ മോളിക്ക് തള്ള കൈ മുമ്പിലേക്ക് തന്നെ വെക്കുക ഇനി വലത്തോട്ട് ചെരിഞ്ഞ് എടുക്കുക ഒരു കൈ തലയുടെ അടിയിൽ ഒരു കൈ നിലത്ത് വലിച്ചിരിക്കുക കുറച്ച് നേരം കിടക്കുക സ്വസ്ഥമായിട്ട് അവിടെ കിടക്കുക നമ്മുടെ മനസ്സ് ഇപ്പൊ ശാന്തമാണ് മനസ്സിൽ യാതൊരു അന്ത്യങ്ങളും ഇല്ല ഈ ടെൻഷനും കാര്യങ്ങളോ ഒന്നുമില്ല സുഖമായിട്ടൊന്നുമില്ല കൈ കുത്തിയേറ്റി കൈ ബലത്തിരിക്കാൻ പറഞ്ഞിരിക്കുക നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക യോഗ തുടങ്ങുമ്പോഴും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം നമസ്കാരം മന്ദിര പ്രകൃതിയിലെ ശിവചൈതന്യം എന്ന് പറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു അതിന് ദൈവത്തിന് നന്ദി പറയണം മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയണം വീണ്ടും ഹൃദയം ശ്രദ്ധിക്കുക ശ്വാസം ശ്രദ്ധിക്കുക ശരീരം ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരും നന്നായിട്ട് പെരുമാറാനും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കാനും പ്രാർത്ഥിക്കാം കൈവെണ്ടിൽ വയ്ക്കാൻ ശ്വാസം വിട്ട് നെറ്റിനനുസരിച്ച് ശ്വാസെടുത്ത് നിവർന്ന് വരിക കൈ കൊട്ടിട്ടിരിക്കുക കയ്യിൽ ചൂട് കണ്ണിന്റെ മുകളിൽ കൈ മുഖത്തെല്ലായിടത്തും അമർത്തണം നെറ്റി കണ്ണിന്റെ പിരികം കവിള് ചെവിയടിയില് ചെവിയുടെ പിന്നില് തലയിലൊക്കെ തലയിലൊപ്പിക്കുന്ന മറത്തൽ മുഖത്തെല്ലായിടത്തും കൈ മുഖത്ത്
കടയില് അതിലൊന്നും ഓടി കൊടുത്തില്ല. കണ്ണിന്റെ മുകളിൽ വെക്കുക, കണ്ണ് തുറക്കടക്കുക. അതിന്റെ വേദന പിടിച്ച് നോക്കിയാണെന്ന് പറയാം. എല്ലാവരും പറയാം നമസ്തേ 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 നമസ്തേ. അപ്പൊ എല്ലാ ദിവസവും നമ്മള് യോഗ ചെയ്യണം. യോഗ ചെയ്യുമ്പോ ആദ്യം നമ്മള് പ്രാർത്ഥന, പിന്നെ അനുലോമ വിലോമ, പിന്നെ നെക്ക് റൊട്ടേഷൻ, പിന്നെ ലൂസനിങ് എക്സസൈസ്, ലൂസനിങ് സ്ട്രെച്ചിങ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യാം. അതിന്റെ ഒപ്പം നമ്മള് ആസനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണായാമങ്ങള് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ചൈതന്യാസനത്തിലേക്ക് പോവാ. അത് കഴിഞ്ഞ് നമുക്ക് മെഡിറ്റേഷനൊക്കെ അതിൽ പെടുത്താം. മെഡിറ്റേഷൻ മുമ്പ് സംശയിക്കാം. അതിന്റെ ഇടയില് നമ്മള് വാർമിംഗ് അപ്പ് കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് പ്രയർ അന്ന് നമ്മള് സ്പെഷ്യലായിട്ട് ഹീലിംഗ് പ്രയർ ആണ് നമ്മുടെ റൂട്ടീൻ. അപ്പൊ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാം. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം നമ്മൾ കൂടുതൽ കുടിക്കണം, പതുക്കെ കുടിക്കണം. അപ്പൊ യോഗ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 1 ലിറ്റർ വെള്ളം കുടിച്ച് പഠിക്കണം. ആദ്യം 2 ഗ്ലാസ് 3 ഗ്ലാസ് അങ്ങനെയൊക്കെ പഠിക്കും. ഓക്കെ, ചിരിക്കല്ല നമുക്ക്. എൻഡോർഫിൻ എന്ന് പറഞ്ഞുള്ള ഹോർമോൺ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാ. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നതല്ല.